അടുത്തിടെയായി യൂട്യൂബ് വ്ളോഗുകളും റീലുകളും എല്ലാമായി സജീവമാണ് നടി മഞ്ജു പിള്ളയുടെയും സുജിത്ത് വാസുദേവിൻ്റെയും ഏകമകൾ ദയ സുജിത്ത്. മറ്റു താരങ്ങളുടെ മക്കളിൽ നിന്നും വളരെ വ്യത്യസ്തയാണ് ദയ. അതിനാൽ തന്നെയാണ് മറ്റൊരു താരപുത്രനും താരപുത്രിക്കും ലഭിക്കാത്ത സ്നേഹവും സ്വീകാര്യതയും ദയയ്ക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചതും. താരകുടുംബാംഗമെന്ന ജാഡയോ താൻ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാനുള്ള ശ്രമമോ കൃത്രിമമായ സംസാരമോ ഒന്നും ദയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല. ഫാഷൻ മേഖലയോട് താല്പര്യമുള്ള ദയ ഉപരിപഠനം പൂർത്തിയാക്കിയത് ഇറ്റലിയിൽ നിന്നാണ്. സൂപ്പർ മോഡലുകളെപ്പോലെ ഗ്ലാമറസ് ലുക്കിൽ നടത്തിയ ദയയുടെ ഫോട്ടോഷൂട്ടുകൾ പലപ്പോഴായി വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം താരപുത്രി പങ്കിട്ട റീലിനെ വിമർശിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ ഷെഫീന ബീവി പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. പുതിയ റീൽ കണ്ടപ്പോൾ വസ്ത്രസ്വാതന്ത്ര്യത്തെ ദയ ദുരുപയോഗം ചെയ്തതായി തോന്നിയെന്ന് ഷെഫീന പറഞ്ഞു. വീഡിയോയിൽ ഉടനീളം ഷെഫീന ദയയെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഷെഫീനയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു? നെപ്പോ കിഡ്സ് കാണിക്കുന്ന പോക്രിത്തരം, അത് കണ്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർ. മഞ്ജു പിള്ളയുടെ മകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആകെ ഒരു മകളല്ലേ ഉള്ളൂ, അതിന് അല്പം മര്യാദ പറഞ്ഞു കൊടുത്തൂടെ എന്നാണ് മഞ്ജു പിള്ളയോട് എനിക്ക് ചോദിക്കാനുള്ളത്. മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ? ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം തുണി പറിച്ച് കളയുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണ്. ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഞാനീ പറയുന്നത് തള്ള വൈബായി നിങ്ങൾക്ക് തോന്നുമായിരിക്കും. മോഡേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി മകളെ എന്താണ് മഞ്ജു പിള്ളയെ സുജിത്ത് ഫീഡ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. മുമ്പ് ഈ കുട്ടി ഓട്ടോറിക്ഷയിൽ നൈറ്റിയിട്ട് യാത്ര ചെയ്യുന്നത് കണ്ട് ചിരിക്കുകയും ലൈക്കടിക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യത്തിനെ എന്തിനാണ് വക്രീകരിക്കുന്നത്? ഇന്ന് സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാകാത്തത് എന്താണ്? ഈ കാണിക്കുന്നതാണോ ഫെമിനിസം? ഇതാണോ സ്വാതന്ത്ര്യം? മഞ്ജു പിള്ള മകളുടെ പ്രവർത്തികൾ കാണുന്നില്ലേ? ഇതൊന്നും ഫാഷനല്ല. തനിക്ക് വന്ന കമൻസുകളോടും ദയ പ്രതികരിച്ചു കണ്ടിരുന്നു. മോഡേണിസം തലയിൽ കയറിയതാണ് തോന്നിയത്. മറ്റുള്ളവർക്ക് അരോചകമാകാതിരിക്കും വരെ വസ്ത്രം സ്വതന്ത്രമാണ്. അരോചകമായ തരത്തിൽ ആരെങ്കിലും വസ്ത്രധാരണം നടത്തിയാൽ അത് പബ്ലിക് ന്യൂസൻസ് ആണ്. സ്ത്രീകളെ അഭിമാനിക്കുന്നത് പോലെ തോന്നി ദയയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തോന്നിയത്. ജനറേഷൻ ഗ്യാപ്പെന്ന് പറഞ്ഞ് ആരും വരരുത്. ആണുങ്ങളെ എല്ലാവരും കുറ്റം പറയുന്നത് കാണാം. വസ്ത്രധാരണം മര്യാദയ്ക്ക് ആക്കിയാൽ പോരെ? ഇത്തരം കോലം കെട്ടുന്നതിന് പബ്ലിക് ന്യൂസൻസ് കേസെടുക്കണം. ഒരു പാവാടയിടാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ച സ്ത്രീകൾ ഉണ്ടായിരുന്ന നാടാണ്. ഫെമിനിസം എന്നാൽ ചുംബന സമരവും വസ്ത്രത്തിൻ്റെ ഇറക്കം കുറയ്ക്കുന്നതുമല്ലെന്നും ഷെഫീന പറഞ്ഞു. ദയയുടെ പുതിയ ട്രാൻസിഷൻ റീലാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ദയയുടെ ഗ്ലാമർ വസ്ത്രധാരണത്തെയും ഫാഷൻ സെൻസിനെയും ആളുകൾ പ്രശംസിച്ചുവെങ്കിലും യൂട്യൂബിൽ ഷോർട്സായി വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. വേറെ പെൺപിള്ളേരാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിഷേകം ആയിരുന്നേനെയെന്നും ചിലർ കുറിച്ചു.